അവർ ചാനൽ. ഇന്ന് ഞാനിപ്പോൾ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഈയിടെ കുറച്ച് ആൾക്കാരോട്ട് സംസാരിച്ചപ്പോൾ ഇത് അറിയില്ലാത്തവരും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പം നമുക്കറിയാം, UK വന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഹെൽത്ത് ആൻഡ് കെയർ വിസ എന്ന് പറയുന്നത്. അപ്പം ഇതുവരെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് നമുക്ക് ഡിപ്പെൻഡന്റിനെ ഈ വിസയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതിനൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം നമുക്കറിയാം, നമുക്ക് ജോബ് കോഡ് എടുത്തു കഴിയുമ്പോൾ 6135 6136 ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്നതിനാണ് നമ്മൾ ഹെൽത്ത് ആൻഡ് കെയർ വിസ കൂടുതലായിട്ട് COS ഇഷ്യൂ ചെയ്യുന്നത്. ഈ രണ്ട് ജോബ് കോഡിലാണ്. ഈ രണ്ട് ജോബ് കോഡിലാണ് ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്, നമുക്ക് ഡിപ്പെൻഡന്റിനെ കൂടെ നിർത്താൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ അതിനൊരു സൊല്യൂഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ വരുന്ന ജോബുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു കാറ്റഗറി കാണാൻ പറ്റും, 6131 നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോമിൽ അല്ലെങ്കിൽ നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ NHS ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോബ് കോഡിൽ അവർ COS ഇഷ്യൂ ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെയും കൂടെ നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഹെൽത്ത് ആൻഡ് കെയർ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഈ സാലറി ത്രസ്ഹോൾഡ് മീറ്റ് ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. ആ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് എന്താ പറയുക, ഡിപ്പെൻഡന്റിനെയും കൂടെ നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ റീസെന്റ് ഞാൻ സംസാരിച്ച കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. അവർ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിലൊക്കെ അവർ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റ് COS ഇഷ്യൂ ചെയ്തത് ഈ ഒരു ജോബ് കോഡിലായതുകൊണ്ട് ഡിപ്പെൻഡന്റിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് അറിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ NHS ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കൊരു COSനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നേരെ അവരോട് ഈ ഒരു ജോബ് കോഡിലാണ് എനിക്ക് വേണ്ടത് ആ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് എത്രത്തോളം നടക്കണമെന്നില്ല. എപ്പോഴും ഇങ്ങനെ ജോബ് കോഡിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ COSനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും നിങ്ങളൊരു പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പം എന്താ പറയുക, നമ്മൾ ഡയറക്റ്റ്ലി അവരോട് പോയി HR ഡിപ്പാർട്ട്മെന്റിൽ സംസാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് റെസ്പോൺസ് കിട്ടുക എപ്പോഴും നമ്മുടെ മാനേജർ വഴി പോകുന്നതായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ നമ്മുടെ മാനേജറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വില്ലിങ് ആണ്, നമ്മുടെ ഇഷ്യൂസ് മനസ്സിലാക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മളെ ഇങ്ങനൊരു പ്രപ്പോസൽ അവർ കൊടുക്കാനും തയ്യാറാവും, നമുക്കത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അല്ലാതെ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി പോയി ചോദിച്ചു കഴിയുമ്പോൾ എത്രത്തോളം ഇത് നടക്കും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തേക്ക് ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാനായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വഴിയും കൂടെ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ജോബ് ഒരു കെയർ ജോബാണ്. അത് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം 6135 36 ഒക്കെ അക്സെപ്റ്റബിൾ ആവുന്ന ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് 6131 എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിയുമ്പോൾ ഏറെക്കുറെ അത് സെയിം ആയിട്ട് തന്നെ വരും. നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജോബ് കോഡ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാന്ന് ശരിക്കും നമ്മുടെ HR മാനേജറും ആണ്. നമുക്ക് UKVയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനൊക്കെ അങ്ങനെയാണ്. HR അല്ലെങ്കിൽ മാനേജറോ ആണ് നമ്മുടെ ജോബ് കോഡ് ഏതാണെന്ന് പറയേണ്ടത്. ജോബ് ഡിസ്ക്രിപ്ഷന്റെ ബേസിസിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ വിസയൊക്കെ തീരാറായി, 3 വർഷത്തെ COS ഒക്കെ കിട്ടിയവർ റിന്യൂ ചെയ്യാനൊക്കെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് സംസാരിച്ച് നോക്കുക. നടക്കുന്നെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുന്നെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പം നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഉപയോഗപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.